നമ്മുടെ ചർച്ച. സൂറത്തുൽ കഹ്ഫിൽ 4 ഫിത്നകളാണ് പറയുന്നത്. ഒന്ന് ഫിത്നത്തുദ്ദീൻ, ദീനി ഫിത്നയാകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു, നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുക. രണ്ടാമത്തത് ഫിത്നത്തുൽ മാൽ, സമ്പത്ത് ഇങ്ങനെ കൂടുമ്പോ മനസ്സിൽ ഒരുപാട് മോശമായ ചിന്തകളും വഴിപിഴക്കാൻ ഏറെ സാധ്യതയുമുണ്ട്. കാരണം ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഫിത്ന ഉണ്ട്. വഫിത്നത്തു ഉമ്മത്തിൽ മാൽ, ഈ ഉമ്മത്തിന്റെ ഫിത്ന സ്വത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പരിഹാരം? ഈ ലോകം നമ്മൾ ചർച്ച ചെയ്തു, ചിലപ്പോൾ ഇന്ന് തീർന്നാൽ ഖബറിലേക്ക് ഈ സ്വത്തൊന്നും നമ്മോടൊപ്പം വരൂല എന്നൊരു ബോധം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ ഫിത്നയാണ് ഫിത്നത്തുൽ ഇൽമ്. ഇൽമ് വലിയ കാര്യമാണ്, പക്ഷേ ഇൽമും വലിയ ഫിത്നയിലേക്ക് എത്തിക്കും. ഫിത്നത്തുൽ ഇൽമ് എന്തുണ്ട് പരിഹാരം? പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലെ മൂന്നാമത്തെ ചർച്ച ഏതാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദുനാ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ നടത്തുന്ന ഒരു ചർച്ച. ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തേടി പുറപ്പെടുകയാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. എപ്പോഴാ പുറപ്പെടുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഗംഭീരമായ പ്രഭാഷണം നടത്തി. ആ പ്രസംഗമൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പോ ആളുകൾ കരയാൻ തുടങ്ങി. എന്ത് ജാതി പ്രസംഗം! വളരെ ഗംഭീരമായ പ്രസംഗമായിട്ട് ആളുകൾക്കൊക്കെ തോന്നിയപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല മൂസാ നബി, ഇപ്പൊ ദുനിയാവിൽ ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ ആലിമ് നിങ്ങൾ തന്നെയാണോ? മൂസാ നബി അലൈഹിസ്സലാം ഒരഹങ്കാരം കൊണ്ടൊന്നുമല്ല പറഞ്ഞു, ഞാനൊരു പ്രവാചകനാണല്ലോ, പ്രവാചകർ കാണൽ ഏറ്റവും ഇൽമുണ്ടാവുക. അന്നലക്ക് പറഞ്ഞു, അതെ, ഇപ്പൊ ഉള്ളതിൽ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആലിം. പക്ഷേ അല്ലാഹു ആ പറഞ്ഞതുപോലും ഇഷ്ടപ്പെട്ടില്ല. അഹങ്കാരം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. എന്നാൽ പോലും അല്ലാഹു ചോദിച്ചു, അങ്ങനെയാണോ പറയേണ്ടത്? അല്ലാഹു അഅലം, അല്ലാഹല്ല ഏറ്റവും അറിവുള്ളവൻ, അല്ലാഹ്ക്ക് അറിയുള്ളൂ എന്നല്ല പറയേണ്ടത്. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ എന്ന് പറയാൻ പാടില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, ഒരാൾ ഇന്നും ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട്, അയാളെ തേടിങ്ങൾ പോകണം, അയാൾ നിങ്ങളെക്കാൾ വലിയ ആലിമാണ്. അപ്പൊ മൂസാ നബിക്ക് ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ, ആരായിരിക്കും അത്? പ്രവാചകനായ എന്നേക്കാൾ വലിയ ആലിമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും? തേടി പുറപ്പെടുകയാണ്. അല്ലാഹു പറഞ്ഞതുപോലെ തേടി പുറപ്പെടുകയാണ്. ആരായിരിക്കും ആലിമു? وإذ قال موسى لفتاه لا أبره حتى أبلغ مجمع البحرين أو أمضي حقبا. മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെടുമ്പോ കൂടെ ഒരാളും കൂടെ ഉണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയുടെ പുത്രനാണത്. സയ്യിദുനാ യൂശ അലൈഹിസ്സലാം പ്രവാചകൻ തന്നെയാണ്. മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകരാണ്. പക്ഷെ അവരെപ്പോഴും ഒരുമിച്ച് കൂടി ഖിദ്മത്ത് ചെയ്ത് ചാരി നടന്നിരുന്നത് മൂസാ നബിയാണ്. ആര്? മൂസാ നബിയുടെ ഹാദ്യമായി ജീവിച്ചതാര്? സയ്യിദുനാ യൂശ അലൈഹിസ്സലാം. യൂശ നബിയോട് മൂസാ നബി പറഞ്ഞു, ലാ അബ്റഹു ഹത്താ അബ്ലു മജ്മഅൽ ബഹ്റൈൻ. അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുള്ളത് 2 കടൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്താണ് ആ മനുഷ്യനുള്ളത്, ആ വലിയ ആലിം. അയാളെ തേടി ഞാൻ പുറപ്പെടും. അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഞാൻ എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഹുഖുബ എന്ന് പറഞ്ഞാൽ
ഹഖുബ. നമ്മൾ 40 ഹദീസിലൊക്കെ പഠിച്ചു. ഹഖുബ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്കാണ് എന്ത് പറയാ, ഹഖുബ. ഒരുപാട് വർഷങ്ങൾ ഞാൻ എങ്ങനെ സഞ്ചരിക്കും. എന്തിന്? എന്നേക്കാൾ വലിയൊരു ആലിമ് ലോകത്തുണ്ടെന്ന് അയാളെ തേടി പുറപ്പെടാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ സഞ്ചരിക്കും. അള്ളാഹ് പറഞ്ഞു കൊടുത്തിരുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ കടലിലേക്ക് പോകുമ്പോ ഒരു കൊട്ടയിൽ ഒരു മീനിനെ വെക്കുക. ഒരു കൊട്ടയിൽ ജീവനില്ലാത്തൊരു മത്സ്യത്തെ വെക്കുക. കുറെ അങ്ങ് സഞ്ചരിച്ചു പോയാൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ മീനിനിക്ക് ജീവൻ വന്ന്, അള്ള കൊടുക്കുന്നതാണ് ജീവൻ. ജീവൻ കിട്ടിയിട്ട് ആ മീന് വീണ്ടും കടലിലേക്ക് ചാടും. അവിടെ നിങ്ങൾ തേടുന്ന ആ വലിയ പണ്ഡിതനുണ്ടാകും. അങ്ങനെ അവര് തേടുകയാണ്. ഒരു കൊട്ടയിൽ മീനുമായിട്ട് ആ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും യൂശ അലൈഹിസ്സലാമും യാത്ര പോവുകയാണ്. ഒരു നല്ല മനോഹരമായ കഥ. നിങ്ങൾ എന്റെ കൂടെ വരണേ. ഫലമ്മാ ബലഗാ മജ്മഅ ബൈനിഹിമാ, രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെത്തിയപ്പോ അവരൊന്ന് വിശ്രമിക്കാൻ കിടന്നു. മൂസാ നബിയും വിശ്രമിച്ചു. യൂശ അലൈഹിസ്സലാത്തു വസ്സലാമും ചാരത്തിരുന്നു. മൂസാ നബി അങ്ങനെ ഉറങ്ങുമ്പോ പെട്ടെന്ന് ആ മത്സ്യത്തിന് അല്ലാഹു ജീവൻ നൽകി. ജീവൻ കിട്ടിയ മത്സ്യം കടലിലേക്ക് പെടച്ച് ചാടുകയും ചെയ്തു. പെടച്ച് ചാടുന്ന സമയത്ത് യൂശ നബിയോട് മൂസാ നബി പറഞ്ഞിരുന്നു, ഇതിന് ജീവൻ വന്ന് ചാടുന്ന സമയത്ത് എന്നോട് വിവരം പറയണട്ടോ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ മൂസാ നബി ഉറങ്ങായിരുന്നു. അതുകൊണ്ട് യൂശ അലൈഹിസ്സലാം വിഷയം പറയാൻ വിട്ടുപോയി. ഉറങ്ങി എണീറ്റിട്ട് പറയാന്ന് വിചാരിച്ചതാ, പക്ഷെ വിട്ടുപോയി. കുറെ അങ്ങ് എത്തിയിട്ടാണ് പിന്നീട് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ വരുന്നു. എന്ന് പറഞ്ഞ സമക്ക്, സമക്ക് എന്ന് പറഞ്ഞാൽ മീന്, മത്സ്യം. ആ രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്തെത്തിയപ്പോ അവരുടെ മത്സ്യത്തെ മറന്നുപോയി. കടലിൽ ഒരു മാളമുണ്ടാക്കി ആ മത്സ്യം ഉള്ളിലോട്ട് പോയി. ഈ പോയ വിവരം ആരോട് പറഞ്ഞില്ല? യൂശ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയി. ഫലമ്മാ ജാവസ, അങ്ങനെ രണ്ടുപേരും കുറെ ഇങ്ങനെ, ഇപ്പൊ മത്സ്യന്റെ കൂടെ കുറെ അങ്ങനെ പോയപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ലിഫതാഹു, തന്റെ കൂടെയുള്ള യുവകോമളനായ സുഹൃത്ത് യൂശയോട് പറഞ്ഞു, ആതിനാ വദാഅനാ, നമ്മളൊരു മത്സ്യം വെച്ചിരുന്നല്ലോ, നമുക്ക് ഭക്ഷണമായിട്ട് വിശക്കുമ്പോ കഴിക്കാൻ ഒരു മത്സ്യം ഉണ്ടായിരുന്നല്ലോ, ആ മത്സ്യം എനിക്കൊന്നെടുത്തുതാ, നമുക്ക് ആ മത്സ്യം കഴിക്കാം, അല്ലാത്ത വിശപ്പുണ്ട്. ഈ യാത്രയിൽ വല്ലാത്ത ക്ഷീണം വരുന്നുണ്ട്, നമുക്കൊരു ഭക്ഷണം കഴിക്കല്ലേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ കാല, യൂശ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ ആ പാറക്കുള്ളിൽ, ആ പാറ കഷ്ണത്തിന്റെ മുകളിൽ വിശ്രമിക്കാനിരുന്നപ്പോ നമ്മളാ പാറക്കല്ലുമ്മ വിശ്രമിക്കുമ്പോ ആ മത്സ്യ കടലിലേക്ക് എടുത്തു ചാടിയിരുന്നു. പക്ഷേ മൂസാ നബിയെ ഞങ്ങളോട് അത് പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും പറയണമെന്ന് വിചാരിച്ചിരുന്നു, നിങ്ങൾ ഉറങ്ങായത് കൊണ്ട് പറയാൻ വിട്ടുപോയതാണ്. അത് നിങ്ങളോട് പറയാൻ എന്നെ മറപ്പിച്ചത് ശൈത്താനാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ മറന്നുപോയതാണ്. കടലിൽ ഒരത്ഭുതം സൃഷ്ടിച്ച് കടലിന്റെ ഉള്ളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന് കത്തി. അള്ളാഹ് എന്താ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണോ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ ആരുണ്ടാവുക?
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ വലിയ ആലിമായ ഹിദ്ർ ഉണ്ടാകും അലൈഹിസ്സലാം. മൂസാ നബിക്ക് ഉറപ്പായി ആ ഉറങ്ങിയ സ്ഥലത്ത് മത്സ്യം ചാടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹിദ്ർ ഉണ്ടാകും അലൈഹിസ്സലാം. ഖാല മൂസാ നബി പറഞ്ഞു ദാലിക അത് തന്നെയാണ് മാ കുന്നാ നബഗി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് അത് തന്നെയാണ്. ആ മത്സ്യം നഷ്ടപ്പെട്ടിടത്താണ് നാം തേടുന്നതുള്ളത്. അങ്ങനെ അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ എത്തിയപ്പോ അള്ളാന്റെ അടിമകളിൽപ്പെട്ട അള്ള പറയാൻ നമ്മൾ അടിമകളിൽപ്പെട്ട ഒരടിമയെ അവർ കണ്ടുമുട്ടി. എന്താണ് ആ അടിമയുടെ പ്രത്യേകത? നമ്മൾ റഹ്മത്ത് അടിമക്ക് ചൊരിഞ്ഞു കൊടുത്തു. നമ്മളെ ഭാഗത്ത് നിന്ന് ഇൽമും ചൊരിഞ്ഞു കൊടുത്തു. രണ്ടൈറ്റം ഇൽമുള്ളത്. ഇൽമ് രണ്ടൈറ്റം. ഒന്ന് കസ്ബിയായ ഇൽമ്. കസ്ബിയായ ഇൽമു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് സമ്പാദിച്ചുണ്ടാക്കുന്ന ഇൽമു. അതിന്റെ ആളാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. എന്നാൽ ലദുന്നിയായ ഒരു ഇൽമുണ്ട്. ചിലപ്പോൾ കൂടുതൽ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും അള്ളാഹു അവന്റെ വഹാബിയത്ത് കൊണ്ട് അങ്ങനെ ഇറക്കി കൊടുക്കുന്ന ഒരുപാട് ഇൽമ്. അങ്ങനെ കൂടുതലുള്ള ആളാണ് സയ്യിദുനാ ഹിദ്ർ അലൈഹിസ്സലാം. അതാണ് അല്ലാഹു പറഞ്ഞത് നമ്മളാ ഹിദ്റിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഭാഗത്ത് നിന്ന് അപ്പൊ ലദുന്നിയായ അല്ല പ്രത്യേകമായ ഇൽമു കൊടുത്ത ആളാണ് സയ്യിദുനാ ഹിദ്റിനെ. ഹലിർന്ന് വായിക്കാം, ഹലിർന്ന് വായിക്കാം, ഹിദ്ർ എന്ന് വായിക്കാം. അവരുടെ ശരിക്കും പേര് ബല്ലിയ എന്നാണ്. ബല്ലിയ. വാപ്പാന്റെ പേര് മൽക്കാൻ, ഓമന പേര് അബുൽ അബ്ബാസ്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുള്ളത് അബുൽ അബ്ബാസ് മൽക്കാൻ എന്നാണ് പറയാറുള്ളത്. ഹിദ്ർ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ പേര്. ബുഖാരി അടക്കം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇവരെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് കാണാൻ സാധിക്കും. അവസാന കാലം വരെ ഒരുപാട് കാലം ഇന്നും ഹയാത്തിലുള്ള മഹാനാണ് സയ്യിദുനാ ഹിദ്ർ അലൈഹിസ്സലാം. അല്ലാഹു ദറജ ഉയർത്തട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. അന്നു മുതൽ അല്ലാഹു പ്രത്യേക തൗഫീഖ് കൊടുത്തതാണ് ആ മഹാൻ. ആ ഹിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബി കണ്ടുമുട്ടുകയാണ്. ഖാല നോക്കണം, വലിയ പണ്ഡിതനാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ അല്ലാഹ് നിങ്ങളെക്കാൾ വലിയൊരു പണ്ഡിതൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ ഈഗോ ഒന്നുമില്ല. അവരെ തേടി പുറപ്പെട്ട് കണ്ടിട്ട് കാലലഹു മൂസ, ഹിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസാ നബി ചോദിക്കുന്നു, ഹൽ അത്തബിഉക, ഹിദ്ർ നബിയെ ഞാൻ നിങ്ങളെ കൂടെ പോരട്ടെ, അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ, മിമ്മാ ഉല്ലിംത റുഷ്ദാ, നിങ്ങൾക്ക് അല്ലാഹ് കുറേ കാര്യം പഠിപ്പിച്ചെന്നില്ലേ, അതൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ ഞങ്ങളെ പിന്നാലെ പോരട്ടെ. ആരാണ് ഈ വിനയം കാണിക്കുന്നത്? സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ഉടനെ പറഞ്ഞു, ഖാല, ഹിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, ഇല്ല വെറുതെ എന്റെ കൂടെ വരണ്ട. എന്റെ കൂടെ ഉള്ളത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണ്ടി വരും. ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയൂലല്ലോ, അത്രത്തോളം ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് എന്റെ കൂടെ പോരണ്ട. അല്ലെങ്കിൽ ഇൽമു പഠിക്കുമ്പോ രണ്ട് കാര്യമാണ് പ്രധാനം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയൂല. ക്ഷമിക്കുന്നവർക്ക് എന്ത് കിട്ടുള്ളൂ? ഇൽമു കിട്ടുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇൽമിന് രണ്ട് മാർഗം. ഒന്ന് നല്ല ക്ഷമയും വേണം, രണ്ടാമത്തത് തൂലു സമാൻ, കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞുകൂടും വേണം. അപ്പൊ കിട്ടുന്നതാണ് ഇൽമ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ,
നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? മൂസാ നബിയോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? കാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. ഇല്ല മൂസാ നബി, ഞാൻ ക്ഷമിച്ചോണ്ട് നിങ്ങൾക്ക് എന്നെ ക്ഷമിക്കണ ആളായിട്ട് കിട്ടും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിനോടും എതിര് പ്രവർത്തിക്കുകയില്ല. കാല അപ്പൊ ഇനി യാത്ര തുടങ്ങണം. ഞാൻ ക്ഷമിക്കാന്ന് പറഞ്ഞപ്പോ ഇനി വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാം. ഇനി യാത്ര തുടങ്ങുമ്പോ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറയാണ്, ഫഇനിത്തബഅതനി, മൂസ നിങ്ങൾ എന്റെ കൂടെ പോരുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ശൈഇൻ, ഞാൻ ചില കാര്യങ്ങളൊക്കെ യാത്രയിൽ ഇങ്ങനെ ചെയ്യും, അതിനെ പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റാ. അങ്ങനെയാണ് വലിയ ഗുരുക്കന്മാരോടൊപ്പം പോകുമ്പോ അവര് നമ്മളെ പരീക്ഷിക്കാൻ, ഒരു വലിയ ആലിമ് ഇൽമു പഠിക്കാൻ പോകുമ്പോ ആ ആലിമ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇന്നൊരു ആലിമായിട്ട് അവൻ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പണ്ട് ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് ഒരു ശിഷ്യൻ പഠിക്കാൻ പോയി. ശിഷ്യൻ പഠിക്കാൻ പോയപ്പോ ഗുരു എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ജഗ്ഗിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. വെള്ളം ഒഴിച്ച് ഗ്ലാസിന്റെ പുറത്തേക്ക് വെള്ളം പോയി. ഒലിച്ചൊലിച്ച് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം പുറത്തോക്ക് ഇങ്ങനെ വീണ്ടും പോകുമ്പോ ശിഷ്യൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? വെള്ളം പുറത്തു പോകുന്നത്. അപ്പൊ ഗുരു പറഞ്ഞു, ഇതുപോലെ നീ ആയാൽ എൻ്റെ അടുത്തൊരു ഇൽമും കിട്ടൂല. നിറഞ്ഞ ഗ്ലാസുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. കാലി ഗ്ലാസ് ആണെങ്കിലേ ഇൽമ ഉള്ളിലേക്ക് കയറുള്ളൂ. നമ്മളെ പ്രശ്നം നമുക്കൊക്കെ ഇൽമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കേൾക്കുന്നതൊന്നും അതുപോലെ വിശ്വസിക്കാനും കഴിയണില്ല. നമ്മളെ ഗ്ലാസ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എത്ര ഇൽമു ചൊരിഞ്ഞാലും അത് പുറത്തോട്ടേ പോവുള്ളൂ. നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഗുരു പഠിപ്പിച്ച പാടാണ്. ഇവിടെ ഖിദ്ർ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത് സെയിം പാഠമാണ്. ഞാൻ ചെയ്യണയെ പറ്റി ഒന്നും ചോദിക്കരുത്, നല്ലോണം ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. രണ്ടുപേരും കൂടെ യാത്ര പോയി. ഹത്താ ഇദാ റഖിബാ, അങ്ങനെ അവർ വണ്ടി കയറി ഒരു കപ്പലിൽ ആ കപ്പലിന് ചെറിയൊരു ഓട്ടയും മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടാക്കി. ഒരു കപ്പലിൽ യാത്ര പോകുമ്പോ ഒരു കൗതുകകരമായ പരിപാടി ചെയ്യാണ്. ആ കപ്പലിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാം ഒരു ഓട്ടം ഉണ്ടാക്കി. ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ത്, ഞാൻ പലതും ചെയ്യും, അതിനെ പറ്റി ഒന്നും ചോദിക്കരുത്. കപ്പലിന് ഓട്ടയുണ്ടാക്കി സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം. അപ്പോ അത്ഭുതം കൊണ്ട് മൂസാ നബി ചോദിച്ചു, കപ്പലിൽ ഓട്ടുണ്ടാക്കാണോ? ആ കപ്പലുകാരെ നശിപ്പിക്കാൻ വേണ്ടി വല്ലാത്തൊരു കാര്യം തന്നെ ചെയ്തത്. ഒരു കപ്പലിൽ യാത്ര പോയിട്ട് ആ കപ്പലിൽ ഓട്ടയുണ്ടാക്കുകയാണോ? മൂസാ നബി അത്ഭുതപ്പെട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അലം അഖുൽ, ഞാൻ അപ്പളേ പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയൂലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പലതും ചെയ്യും, അതൊക്കെ എന്തിനാന്ന് ചോദിക്കരുത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ബേജാറായി. കാരണം ഈ യാത്ര മുറിഞ്ഞു പോകാൻ പാടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലാ തുആഖിദ്നി, എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്. ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്. എന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാക്കല്ലേ. ഞാൻ നബി, ഞാൻ അറിയാതെ ചോദിച്ചതുപോലെ ഇനി ഞാൻ ചോദിച്ചു പോകില്ല, ഇനി ഞാൻ ചോദിക്കൂല. അറിയാതെ കണ്ടപ്പോ ചോദിച്ചതാണ്. ഖുർആൻ തുടരുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമും യാത്ര തുടർന്നു. ഹത്താ ഇദാ ലഖിയാ ഉലാമ, അപ്പാവര് ഉലാമൻ ഒരു കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോഴോ ഫഖതലഹു, ആ കുട്ടിനെ പിടിച്ചിട്ട് ഖിദ്ർ നബി കൊന്നു കളഞ്ഞു. ഒരു കുട്ടിയെ പിടിച്ചിട്ട് കൊന്നു കളഞ്ഞു.
മൂസാ നബിക്ക് അത്ഭുതമായി. ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്, ഒരു കാരണവുമില്ലാതെ ഒരു കുട്ടിയെ കൊല്ലുകയാണോ? ലഖദ് ജിഅത ശൈഅൻ നുക്റാ, വല്ലാത്തൊരു മോശം പണിയല്ല നിങ്ങൾ ചെയ്തത്. ഖാല, അപ്പോൾ വീണ്ടും ഹിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അലമ്മ കുല്ലക, ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയൂല. അപ്പൊ ഖാല, മൂസാ നബി പറഞ്ഞു, ഇൻ സഅൽതുക അൻ ശൈഇൻ ബാദ, ഇനി എന്തെങ്കിലും ചോദിച്ചു, ഒറ്റ കൂടെ ഒരു ചാൻസ് തരി, ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്റെ കൂട്ടുകൂടണ്ട. ഖദ് ബലഅത മിൻ ലദുന്നി, ഒരു എക്സ്ക്യൂസ് ഒറ്റ കൂടെ ഇനി ഞാൻ ചോദിക്കൂല. ഫന്തലഖ, അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും യാത്ര പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയ, ഒരു ഗ്രാമത്തിലെത്തിയപ്പോ ഇസ്തതഅമാ അഹ്ലഹാ, ആ ഗ്രാമക്കാരോട് കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഒരു ഗ്രാമത്തിലെത്തിയപ്പോ കുറച്ച് ഭക്ഷണം ഒരു തരൂല എന്ന് പറഞ്ഞു. അവര് വിലങ്ങിയ ഇവര് രണ്ടുപേർക്കും ആതിഥേയത്വം കൊടുക്കാൻ അവര് വിസമ്മതിച്ചു. അങ്ങനെ ഭക്ഷണം കിട്ടാതെ അതേ ഗ്രാമത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ അവിടെ ഇങ്ങനെ ഒരു ചുമരി, ഒരു മതിൽ ഇങ്ങനെ കാണാൻ. എന്താ മതിലിന്റെ പ്രത്യേകത? പൊട്ടാനായിട്ട് നിൽക്കുന്ന ഒരു മതിൽ ഇങ്ങനെ കാണാൻ. അപ്പോ ഹിളർ നബി അലൈഹിസ്സലാം, ഏതാണ് ഈ നാട്? ഇവര് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്ത നാടാണ്. അവിടെ ഒരു മതിൽ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കണത് കണ്ടപ്പോ അതിനെ റെഡിയാക്കി നേരാക്കി ആര്? അപ്പൊ വീണ്ടും മൂസാ നബി അറിയാതെ ചോദിച്ചു പോയി, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ച് കൂലിയൊക്കെ വാങ്ങിട്ട് ചെയ്തു കൊടുത്താൽ പോലെ. ഈ മതിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നന്നാക്കണം. നമ്മൾ ഭക്ഷണം ചോദിച്ചിട്ട് ഒരു തന്നിട്ടില്ല, പിന്നെ എന്തിനാ വെറുതെ ഫ്രീ ആയിട്ട് ഇത് നന്നാക്കി കൊടുത്തത്? അതും കൂടെ ചോദിച്ചപ്പോ പറഞ്ഞു, മൂന്നാമത്തെ തവണയും കഴിഞ്ഞപ്പോ ഇനി നമ്മള് പിരിയാട്ടോ. മൂന്നെണ്ണം തന്നീലെ, 3 അവസരം തന്ന് ചോദിക്കരുത്. 3 തവണയും നിങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ പിരിയാണ്. പക്ഷേ പിരിയുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത 3 വിഷയങ്ങളുണ്ടല്ലോ, എന്തിനാണ് ഞാനത് ചെയ്തതെന്ന് പറയാം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വിഷയം തരുന്നു കപ്പലോട്ടാക്കി, നമുക്കറിയാം. എന്നാലും പെട്ടെന്നൊന്ന് നോക്കാം. പക്ഷെ അതിൽ ചില വലിയ പാഠങ്ങളുണ്ട്. ഈ കപ്പലാകുന്നത് കുറച്ച് പാവങ്ങളുടേതാണ്. മിസ്കീനും ഫുഖറാവും രണ്ടാണ് ഇസ്ലാമിൽ, അല്ലേ? നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ ഫുഖറായിനും കൊടുക്കണം, മസാക്കീനും കൊടുക്കണം. ഫുഖറ എന്ന് പറഞ്ഞാൽ എന്താ? തീരെ കാശില്ലാത്ത. മസാക്കീൻ എന്ന് പറഞ്ഞാലോ ഒരു പണി കാശൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അതങ്ങട്ട് തികയണില്ല. അതുകൊണ്ടാണ് ഷാഫഈ തങ്ങൾ മിസ്കീനും ഫുഖറാവും വ്യത്യാസം മനസ്സിലാക്കിയത് ഈ ആയത്തിൽ നിന്നാണ്. ഇവിടുന്നാണ് മസല പഠിക്കുന്നത്. കപ്പലാകുന്നത് കുറച്ച് മിസ്കീന്മാർക്കുള്ളതാണ്. അവർ കടലിൽ ജോലി ചെയ്യുന്നു. കടലിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളെ കപ്പല. ഇതിനൊരു ഐബ്, ഒരു കേട് വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത്. അവരെ പിന്നിൽ ഒരു രാജാവുണ്ട്. വരുന്ന കപ്പലൊക്കെ കൊള്ളയടിക്കാൻ, പിടിച്ചെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു രാജാവ് പിന്നിലുണ്ട്. ആ രാജാവിന്റെ പ്രത്യേകത, എന്തെങ്കിലും ഓട്ടയോ കേടോ ഒക്കെ ഉള്ള കപ്പൽ അയാൾ എന്താവൂല, എടുക്കൂല. അയാൾക്ക് അങ്ങനത്തെ കേടുള്ള കപ്പൽ വേണ്ടതില്ല. അപ്പൊ ഈ കപ്പലിലൊരു ഓട്ട കാണുകയാണെങ്കിൽ ഇവർക്ക് യാത്ര കഴിഞ്ഞാൽ ഓട്ട അടച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കപ്പൽ തന്നെ ആര് കൊണ്ടുപോകും?
ഈ രാജാവ് കൊണ്ടുപോകും. അതിനാണ് ഞാനിത് ചെയ്തതെന്ന് സയ്യിദുനാ ഹിളർ അലൈഹിസ്സലാം. പിന്നെ രണ്ടാമത്തത് ചെയ്തത് എന്തിനാ? എന്തായിരുന്നു രണ്ടാമത്തത്? കുട്ടിയെ കൊന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പാപ്പയും ഉമ്മയും മുഅ്മിനാണ്. ഞാൻ പേടിച്ചുപോയി ഈ പാപ്പയെയും ഉമ്മയെയും ഈ കുട്ടി നിർബന്ധിപ്പിക്കൽ തുകയാനോ അക്രമം കൊണ്ടും കുഫ്രിയത്തിലേക്ക്. ബാപ്പയും ഉമ്മയും മുസ്ലിമാണ്, പക്ഷെ ഈ കുട്ടി ഭാവിയിൽ കുഫ്രിയത്തിലേക്ക് പോകുമെന്ന് തന്റെ കശ്ഫ് കൊണ്ട് ആര് മനസ്സിലാക്കി? സയ്യിദുനാ ഹിളർ അലൈഹിസ്സലാം മനസ്സിലാക്കി. ദീനിന്ന് പുറത്തു പോകുന്ന കുട്ടി ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരു കുട്ടിയും ഇല്ലാതിരിക്കൽ. നമ്മൾ ചിലപ്പോ മക്കളില്ല എന്ന് സങ്കടപ്പെടും. ആ മക്കളെങ്ങാലും ദീനിന്ന് തെറിച്ചു പോകുന്ന കുട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? കുട്ടിയെ ഇല്ലാതിരിക്കലാണ്. അതാണ് സയ്യിദുനാ ഹിളർ അലൈഹിസ്സലാം ചെയ്തത്. ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ചു അല്ലാഹു ആ മാതാപിതാക്കൾക്ക് പകരം കൊടുക്കാൻ ഈ കുട്ടിയേക്കാൾ നല്ല ഒരു കുട്ടിയെ, നല്ല കുടുംബ സ്നേഹവും കരുണയും പരിശുദ്ധിയും ഒക്കെ ഉള്ള നല്ലൊരു കുട്ടി ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഇത് കുഫ്രിയത്തിലേക്ക് പോകാനുള്ള കുട്ടിയാണ്. അങ്ങനത്തെ കുട്ടി ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഇല്ലാതിരിക്കലാണെന്ന് സയ്യിദുനാ ഹിളർ അലൈഹിസ്സലാം. മൂന്നാമത്തെ വിഷയം എന്തായിരുന്നു? പൊളിഞ്ഞ മതിൽ. എന്നാൽ ഈ മതിലാകുന്നതോ, നന്നാക്കി കൊടുത്ത മതിലുണ്ടല്ലോ സൗജന്യായിട്ട്, അതിലോലാമൈനി രണ്ട് കുട്ടികളുടേതാണ്. യതീമൈനി അനാഥങ്ങളാകുന്ന ഫിൽമദീന ആ പട്ടണത്തിലുണ്ടായിരുന്ന ആ മതിലിനൊരു പ്രത്യേകതയുണ്ട്. അത് യതീം കുട്ടികളുടേതാണ്. പുറമെ ഇവരെ വാപ്പൊടുക്ക് എടുത്ത ചൊരു നിധി എന്തിന്റെ താഴെയുണ്ട്? ഈ മതിലിന്റെ താഴെയുണ്ട്. മതിൽ പൊളിഞ്ഞു പോയാൽ ആ നിധി പോലും നഷ്ടപ്പെടും. മാത്രമല്ല വലിയൊരു പോയിന്റ്, അവരുടെ ബാപ്പയാണെങ്കിലോ നല്ലൊരു മനുഷ്യനുമാണ്. അത് ഒന്നാമത്തെ ബാപ്പല്ല. തഫ്സീറുകളിൽ കാണാൻ കഴിയും 7ാമത്തെ ബാപ്പയെ പറ്റിയിട്ടാണ്. ബാപ്പ, വെല്ലിപ്പ, വെല്ലിപ്പാന്റെ അപ്പ, അങ്ങനത്തെ 7ാമത്തെ ബാപ്പയെ പറ്റിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അവരെ 7ാമത്തെ വല്യാപ്പ നല്ല മനുഷ്യനായിരുന്നു. 7ാമത്തെ വല്യപ്പാന്റെ നന്മ 7 തലമുറ കഴിഞ്ഞിട്ടും കിട്ടുകയാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത ചില ദുര്യോഗങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ മക്കളോ പേരക്കുട്ടികൾക്കോ അപ്പുറത്തെ ജനറേഷനോ കിട്ടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ചില വല്യപ്പ 7 വർഷം 7 തലമുറ കൊണ്ട് നടത്തിയ വല്യപ്പയുടെ ഗുണമാണ് ഈ മക്കൾക്ക് കിട്ടുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചു ആ മക്കൾക്ക് പ്രായപൂർത്തിയെത്തുമ്പോ ഇപ്പൊ മതില് പൊളിഞ്ഞാൽ നിധി ഒരിക്കലും കിട്ടൂല. അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ഈ മതിലങ്ങനെ നിൽക്കണം. അതിനു വേണ്ടിയാണ് ഞാനത് നന്നാക്കി കൊടുത്തതെന്ന് സയ്യിദുനാ ഹിളർ അലൈഹിസ്സലാം. എന്നിട്ട് ഒന്നും കൂടെ പറയാണ്. ഇപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ തോന്നും, 4 ഹിളർ കുടിനെ കൊല്ലാൻ പാടുണ്ടോ അല്ലെ, 4 കപ്പല് പൊളിക്കാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും. ഞാൻ ഈ ചെയ്തതൊന്നും എന്റെ തീരുമാനപ്രകാരമല്ല, അല്ലാഹു എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ചാണ് കുട്ടിയെ കൊല്ലാൻ. കാരണം പിന്നീട് കുഫ്രിയത്തിലേക്ക് പോയാൽ ഏതായാലും കൊല്ലേണ്ടി വരും. അത് അന്നേ കാൽക്കുലേഷൻ ചെയ്ത് എന്ന് ചെയ്തുവെന്ന് മാത്രം. എന്ന്
എന്നിട്ട് പറയാണ് മൂസാ നബി, ഞാൻ ചെയ്തപ്പോ ഇങ്ങക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഇതൊക്കെയാണ്. ഫസ്റ്റ് തസ്തത്തി എന്നാ പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോ എന്താ പറഞ്ഞത്? തസ്തത്തി എന്നല്ല, പിന്നെന്താ പറഞ്ഞ? താഇനെ കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുഫസ്സിരീങ്ങൾ പറയാണ്, തസ്തത്തി നിങ്ങൾക്ക് ആദ്യം ചിന്തിക്കാനൊക്കെ ഇത് പ്രയാസമായിരുന്നു, ഇപ്പോഴോ തായിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ അത് ചിന്തിക്കാൻ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഇതിനായിരുന്നു നിങ്ങൾ ചെയ്തത്, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ട് വിഷയങ്ങൾ. ഒന്ന്, നമ്മൾ എത്ര പഠിച്ചാലും ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് എന്തിയെ? മൂസാ നബി അഹങ്കരിച്ചിട്ട് പോലില്ല, എന്നിട്ടാണ് ഞാൻ വലിയ ആര്യം എന്ന് പറഞ്ഞതിന്റെ പേരില്ല. എനിക്ക് ഇത്തിരി പോലും ഇൽമ് ജാസ്തിയുണ്ടെന്ന് നമുക്കൊരിക്കലും തോന്നാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ഹൃദയം അങ്ങനെയാക്കട്ടെ. പിന്നെ ദീനിൽ പറഞ്ഞതിന്റെ എല്ലാം ലോജിക്ക് നമ്മൾ തിരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിയൂല. ദീന് തിരിയണമെങ്കിൽ കുറച്ച് സബർ വേണം. അപ്പോ ഹിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതൊന്നും എന്തിനാണെന്ന് മൂസാ നബിക്ക്, ഇത്രയും വലിയ പണ്ഡിതനായ മൂസാ നബിക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പൊ ദീനിന്റെ എല്ലാത്തിന്റെയും മർമ്മം നമുക്ക് തിരിയണമെന്ന് വാശി പിടിച്ചാൽ അത് നടക്കൂല. അത് നമുക്ക് ക്ഷമ വേണം. വേണ്ടത് അല്ലാഹു അറിയിച്ചു തരും. നമ്മളോട് പറഞ്ഞത് അല്ലാഹ് പറഞ്ഞതനുസരിക്കുക, റസൂൽ പറഞ്ഞനുസരിക്കുക. അല്ലാഹു ഓരോ കാലഘട്ടത്തിന്റെയും കാര്യം ഏൽപ്പിക്കുന്ന ഇൽമു കൊണ്ടും അധികാരം കൊണ്ടും ശറഅ് കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്, അവരൊക്കെ അനുസരിക്കുക. തിരിയേണ്ടതൊക്കെ അല്ലാഹു നമുക്ക് തിരിയിപ്പിച്ചു തരും. മെയിനായിട്ട് വേണ്ടത് സബറാണ്, ക്ഷമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. മൂന്നാമത്തെ ഫിത്നയും നമ്മൾ ചർച്ച ചെയ്തു, ഇൽമു കൊണ്ടുള്ള ഫിത്നയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. ഞങ്ങളുടെ ഈ സദസ്സ് ഖുർആൻ ക്ലാസ് സ്വീകരിക്കണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ മഹാന്മാർക്കും എത്തിക്കണേ അല്ലാഹ്. അവരെ മദദും തിരുനോട്ടവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ സകല തെറ്റും പുറത്തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ കൂട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ട എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. പടച്ചോനെ, സകല വസ്വാസകളെ തൊട്ടും ഞങ്ങളെ ഹൃദയത്തെ, ശരീരത്തെ ശുദ്ധീകരിച്ച് കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടവരും എല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരു വാപ്പയുടെ പേരിൽ ദുആ ചെയ്യാനാണ് ഇന്നത്തെ ചീർണിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ അന്നവാണിയങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. دواسية بفضل صلى الله